തങ്ങൾ കോടികൾ ചെലവിട്ട് കെട്ടിപ്പടുത്തു കൊണ്ടുവന്ന തീവ്രവാദ കൂട്ടങ്ങളെയും ഹനിയ, നസ്രള്ള അടക്കമുള്ള അവരുടെ നേതാക്കന്മാരെയും ഒരു ദീർഘനിശ്വാസത്തിന് പോലും മിച്ചം വയ്ക്കാതെ തകർത്ത് കളയുന്നത് കണ്ട് ഭയന്ന ഇറാൻ ഇസ്രായേലിന്റെ അടുത്ത നീക്കം തങ്ങൾക്കെതിരെയാണെന്ന് ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ടാകണം വരുംവരായ്കകളുടെ കാഠിന്യമോർക്കാതെ ടെൽ അവീവിലേക്ക് മിസൈലുകൾ തൊടുത്തത്. ഇറാൻ അയച്ച ഒരു മിസൈലിന്റെ ഷാർപ്നൽ കൊണ്ട് ഒരു ദൗർഭാഗ്യവാനായ പലസ്തീൻകാരൻ കൊല്ലപ്പെട്ടതല്ലാതെ ഇസ്രായേലിന് ഒരു ചുക്കും സംഭവിച്ചില്ല. മിസൈലുകളെയെല്ലാം ആകാശത്തു വെച്ചുതന്നെ ഇസ്രായേൽ ചാമ്പലാക്കി കളഞ്ഞു. ശേഷിച്ചവയെ യുഎസും ജോർദാനും തകർത്തു. ഇനിയുള്ളത് മിസൈൽ അയച്ച ഖമേനിക്കും കൂട്ടർക്കുമുള്ള മറുപടിയാണ്. ഇത് ഇസ്രായേൽ കൃത്യമായി നൽകുമെന്നും വേണ്ടിവന്നാൽ ഖമേനിയുടെ വീട്ടിൽ തന്നെ കയറി കൊടുക്കുമെന്നും ഏവർക്കും അറിയാം. അതെങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിൽ മാത്രമേ ഇപ്പോൾ തർക്കമുള്ളൂ. ഇറാന് ഡെവസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള മറുപടിയാണ് തങ്ങൾ നൽകുവാൻ പോകുന്നത് എന്നുള്ള നെതന്യാഹുവിന്റെ ഒറ്റ പ്രതികരണത്തിൽ ഇറാൻ ഏറ്റുവാങ്ങാൻ പോകുന്ന പാരിതോഷികത്തിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. ഏതായാലും യഹൂദന്മാരുടെ പുതുവർഷത്തിന്റെയും റോഷ് ഹഷാനയുടെയും അവധി തീരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുള്ളൂ. നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇസ്രായേലിനെ തങ്ങൾ മിസൈലിൽ കുളിപ്പിച്ചുവെന്നും മൊസാദ് ആസ്ഥാനത്ത് വലിയ കുഴിയുണ്ടാക്കിയെന്നുമൊക്കെ പറഞ്ഞ് ആയത്തുള്ളയും അയാളുടെ ഉപജാപക സംഘവും വിഡ്ഢികളുടെ സ്വർഗത്തിലിരുന്ന് ആർമാദിക്കുന്ന ഈ ഘട്ടത്തിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയായിരുന്നില്ല, മറിച്ച് കഴിഞ്ഞ 15-20 വർഷങ്ങളായി ഇറാനെ പൊടിച്ചു ധൂളിയാക്കാൻ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്ന പദ്ധതികളും ആസൂത്രണങ്ങളും തത്വത്തിൽ ഒത്തുചേരുകയായിരുന്നു എന്നാണ് ഇസ്രായേൽ തരുന്ന സൂചനകൾ. കഴിഞ്ഞ 2 ദശകങ്ങളായി തങ്ങൾ കാത്തിരിക്കുന്ന മുഹൂർത്തത്തിലേക്കാണ് ഇറാൻ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നതെന്ന് ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി ബെന്നി ഗ്രാറ്റ്സ് ഊന്നി പറയുമ്പോൾ അക്കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ തങ്ങളുടെ ഗണ്ണിന്റെ പോയിന്റ് ബ്ലാങ്കിലേക്ക് ഇറാനെ ഓടിച്ചു കയറ്റിയത് ഇസ്രായേൽ തന്നെയായിരുന്നു എന്ന് വ്യക്തം. ഇറാൻ ന്യൂക്ലിയർ ആയുധങ്ങൾ സ്വരുക്കൂട്ടുന്ന സമയത്ത് അമേരിക്കയോടും നാറ്റോയോടും ഇറാന്റെ ഭീകരതയും ചോരക്കൊതിയും വെച്ചുവാഴിക്കരുതെന്ന് ഇസ്രായേൽ പറഞ്ഞതാണ്. പക്ഷേ അന്ന് അമേരിക്കയും സഖ്യകക്ഷികളും അതിന് തടസ്സം നിന്നെങ്കിലും ഇപ്പോൾ സത്യം ബോധ്യപ്പെട്ട അമേരിക്ക ഇറാനിയൻ ഭീകരതയെ നിർമൂലമാക്കാൻ ഇസ്രായേലിനൊപ്പം അരമുറുക്കി കളത്തിലിറങ്ങിയിരിക്കുകയാണ്. അതിനുള്ള സൂചന തന്നെയാണ് യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും തന്നിരിക്കുന്നത്. അപ്രതീക്ഷിതമായ ഇറാനിയൻ മിസൈലുകളെ തകർക്കുന്നതിൽ ചെങ്കടലിൽ നിന്നുള്ള യു.എസ്. നാവികസേനയുടെ ശക്തമായ മിസൈൽ പ്രതിരോധവും വഹിച്ചത് നിർണായകമായ പങ്ക് തന്നെയായിരുന്നു. റഷ്യ അച്ചാരമായി ഇറാന് കൊടുത്ത പഴയ യുദ്ധായുധങ്ങളും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ടെക്നോളജിയിൽ ഉരുത്തിരിഞ്ഞ അത്യാധുനിക വെപ്പൺസും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു ടെക് വാർ തന്നെയാണ് ഇനി മിഡിൽ ഈസ്റ്റിൽ നടക്കാൻ പോകുന്നത്. ഇറാന്റെ അധികാര കേന്ദ്രങ്ങളെ പിടിച്ചുകുലുക്കുന്ന കനത്ത തിരിച്ചടി തന്നെയായിരിക്കും അത്. അതുകൊണ്ട് തന്നെയാണ് ഡെവസ്റ്റേറ്റിംഗ് റിപ്ലൈ എന്നതുകൊണ്ട് നെതന്യാഹു അർത്ഥമാക്കിയതും. ചൊവ്വാഴ്ചത്തെ 200 മിസൈലുകൾക്കെതിരെ ഇസ്രായേൽ പ്രതികരിച്ചാൽ വീണ്ടും ആക്രമിക്കുമെന്നാണ് ഇറാന്റെ വീരസ്യമെങ്കിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ എവിടെ വെടിപൊട്ടിക്കണമെന്ന വ്യക്തമായ പദ്ധതി ഇസ്രായേലിനുണ്ടെന്നും ഇതിന്റെ കൃത്യമായ ഓപ്ഷനുകളും ചാർട്ടുകളും തങ്ങളുടെ മേശപ്പുറത്തുണ്ടെന്നും അതിനെതിരെ മറുപടി പറയാൻ ഇറാൻ ഉണ്ടാകുമോ എന്നത് മാത്രമാണ് ചോദ്യമായി ശേഷിക്കുന്നതെന്നും IDF ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇറാനികളുടെ ചലനഗതികളെ കൃത്യമായി അളന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു പന്ത് കളിക്കാണ് തങ്ങൾ കളമൊരുക്കുന്നതെന്നും ഒരു IDF കമാൻഡർ പറഞ്ഞു. ആ കളിയിൽ ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളും ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും എയർപോർട്ടും സൈനിക കേന്ദ്രങ്ങളും ന്യൂക്ലിയർ ഫെസിലിറ്റിയും അങ്ങനെ പലതുമുണ്ടെന്ന് ചുരുക്കം. കഴിഞ്ഞ ഏപ്രിലിൽ ഇറാൻ ഡ്രോണാക്രമണം കൊണ്ട് പ്രകോപിപ്പിച്ചിട്ടും ഒരു വലിയ തിരിച്ചടിക്ക് ഇസ്രായേൽ ഇറങ്ങാതിരുന്നത് അതീവ പ്രാധാന്യമുള്ള ഈ ആക്രമണം മുന്നിൽ കണ്ടു തന്നെയായിരുന്നുവെന്ന് ചുരുക്കം. ഇറാൻ ഒരു വലിയ തെറ്റ് ചെയ്തെന്നും അതിന് നമ്മൾ പ്രതിഫലം നൽകുമെന്നും അവരെ തിരിച്ചടിക്കാനുള്ള നമ്മുടെ നിശ്ചയദാർഢ്യം എന്താണെന്ന് ഇറാനിലെ ഭരണകൂടത്തിന് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നും നമ്മെ ആര് ആക്രമിച്ചാലും നമ്മൾ അവരെ തിരിച്ചടിക്കുമെന്നും ഇറാനിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചേരാൻ നമുക്ക് കഴിയുമെന്നുമുള്ള നെതന്യാഹുവിന്റെ നിലപാട് ശക്തമായ നീക്കത്തിന് തന്നെയുള്ള സൂചനയാണ്. അമേരിക്കയുടെ സഹകരണത്തോടെ ആ കാര്യങ്ങൾ കൃത്യമായി തന്നെ ഇസ്രായേൽ ഊട്ടിയുറപ്പിച്ചിരിക്കുകയാണ്. ഏതായാലും ലോകത്തിൽ നിന്ന് ഷിയ ഭരണകൂടത്തെ തൂത്തെറിഞ്ഞുകൊണ്ട് ഇറാൻ ജനത പതിറ്റാണ്ടുകളായി സ്വപ്നം കണ്ടതുപോലെ പുരോഗമനോന്മുഖമായ ഒരു ജീവിതം അവർക്കുണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുന്നു. അതിന് യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും ഏതാനും അറബ് രാജ്യങ്ങളുടെയും പിന്തുണ ഇസ്രായേലിനുണ്ട്. പിന്നെ പശ്ചിമേഷ്യയിൽ സമാധാനം കാംക്ഷിക്കുന്ന അനേകരുടെ പ്രാർത്ഥനകളും.